ഞാൻ കടുവയുടെ മുമ്പിലൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരു 3 മീറ്റർ ഡിസ്റ്റൻസിൽ ഞാനും എൻ്റെ ചേട്ടനും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു മരത്തിൽ കയറിയിരുന്നതാണ്. കാരണം ഇത് ഒരു ഹണ്ടിങ് ചെയ്തിട്ട് ഒരു 3 ഡേയ്സ് കഴിഞ്ഞേ ഉള്ളൂ. നല്ല പാകമായിട്ട് കിടക്കുന്ന ഒരു സമയം മ്ലാവിന്. പക്ഷേ ആ ഭാഗത്ത് നമ്മുടെ ആൾക്കാർ, ആ പരിസരത്തെ ആൾക്കാർ വിറകെടുക്കാനും തുണി ഇറക്കാനും പോകുന്നത് കൊണ്ട് ഇതിന് കഴിക്കാനുള്ള സാഹചര്യം കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ 4-ാം പക്കം ഞങ്ങൾ പോയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞങ്ങളൊരു 7 മണിയായി. അപ്പോൾ ഇറങ്ങിപ്പോടാ ഉപ്പുകട എന്ന് പറഞ്ഞു ചേട്ടനെ കൊണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യും, ഒരു അലാം കോൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വിചാരം അവിടെ ആ ഭാഗത്തൊരു വയ്യാത്ത ആന നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ആനയുടെ വിചാരത്തിലാണ് ഞാൻ. പക്ഷേ അതല്ല. ആദ്യം ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത് ഒരു മയിലിൻ്റെ ഒരു സിഗ്നൽ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു മ്ലാവിൻ്റെ ഒച്ച. പിന്നെ അത് കഴിഞ്ഞിട്ട് കുരങ്ങൻ്റെ സിഗ്നൽ കിട്ടിയതോടുകൂടി ഞങ്ങൾ ഉറപ്പിച്ചു, ഈ സാധനം ടൈഗർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ താഴെ നോക്കലും കടുവ ഞങ്ങളെ നോക്കി നിൽക്കുകയാണ്. കാരണം ഞങ്ങൾ ആ പരിസരത്ത് കുറച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ഏതിൽ കയറാം, ഏത് മരത്തിൽ കയറിയിരുന്ന വ്യൂ കിട്ടും എന്നുള്ളൊരു ഇതിൽ നമ്മൾ നോക്കി നടന്നു. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് കറക്റ്റായിട്ട് കിട്ടിയത് ഞങ്ങൾ ഇരിക്കുന്ന ആ മരത്തിൻ്റെ അടിയിൽ വന്നിട്ട് കറക്റ്റ് ജമ്പ് ചെയ്യാനുള്ള എല്ലാ ഫോഴ്സുകളും റെഡിയായി. പക്ഷേ ഞങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാനുള്ള ഒരു സമയമേ ഉണ്ടായിരുന്നുള്ളൂ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ കിട്ടും. പക്ഷേ ഞങ്ങൾ ക്ലിക്കും ചെയ്തില്ല, ഒന്നുമില്ല. കയ്യോ കാലമൊക്കെ വരച്ചു. ഞാൻ അന്നേ ദിവസം ആദ്യമായിട്ടാണ് കടുവേനെ അത്ര അടുത്ത് കാണുന്നത്. ഞാൻ അന്ന് മൂത്രം ഒഴിച്ചിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് അടുത്താണ് കണ്ടുപോയത്. ഞങ്ങൾ എന്നിട്ട് അവൻ സൗണ്ട് ഇടാത്ത മുമ്പ് ഞാൻ സൗണ്ട് ഇട്ടു. പരമാവധി കടുവേനെ കാണുമ്പോൾ കടുവ സൗണ്ട് ഇടുന്നതിനേക്കാൾ 3 ഇരട്ടി സൗണ്ട് ഇട്ടാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ വായിൽ ആ സമയത്ത് എങ്ങനെ ഒച്ച വന്നെന്ന് അറിഞ്ഞില്ല. പരമാവധി ഒച്ചയിട്ട് അതിൻ്റെ ഇടയ്ക്ക് അവനും ഒച്ചയിട്ടപ്പോൾ ഈ കടുവ ഞങ്ങൾ ഒച്ചയിടുന്നതിനേക്കാളും ചിലപ്പോൾ ഒരു 4-5 ഇരട്ടിയാണ് ഇവനൊരു ഒച്ചയിട്ടത്. നല്ലൊരു ഒച്ചയിട്ടിട്ടാണ് അവൻ അങ്ങോട്ട് ഓടിപ്പോയത്. പേടിച്ചിട്ട് ഓടിപ്പോയത് എന്നാണ് ഞങ്ങളും വിചാരിക്കുന്നത്. പിന്നീട് അവൻ ആ പ്രേയിനെ തൊട്ടിട്ടില്ല, അതിനെ കഴിച്ചിട്ടില്ല. പിന്നെ പന്നികളാണ് അത് കഴിച്ചത്.